വിനീതമായ നമസ്കാരം. ഇവിടെ വരുമ്പോൾ ശ്രീമതി ഗീത, ഡോക്ടർ ഗീത എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗീതയാണ്, കുട്ടിക്കാലം മുതൽക്ക് ഇവിടെ ഗീതയാണ്. അപ്പോൾ അത് ആ സൗഹൃദവും വാസ്തവത്തിൽ ഔദ്യോഗിക വേദികളിലും അത്തരം ബഹുമതികൾ ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമില്ല. അത് വെറും ഡിഗ്രി മാത്രമാണ്, അക്കാദമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഡിഗ്രി മാത്രമാണ് ഡോക്ടറേറ്റ്. കോട്ടയ്ക്കൽ ശിവരാമനുമായിട്ട് ഞാൻ അഭിമുഖം നടത്തുന്നത്, കളി കാണുന്നത് ഒരുപാട് കാലം മുമ്പാണ്. എത്രയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. 2006 ആ അഭിമുഖം അവസാനിച്ചത് അദ്ദേഹത്തിൻ്റെ 2-3 വാചകങ്ങളിലാണ്. ഒരു കലാകാരനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ആർക്കും സാധിക്കില്ല. ഒരു കലാകാരന് ഉണ്ടാവുന്നില്ല, ഉണ്ടായി വരികയാണ് കലാകാരൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കലാകാരനായതിൽ അഭിമാനിക്കുന്നു എന്നാണ് ആ അഭിമുഖം അവസാനിച്ചത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 49 ആധുനിക നവോത്ഥാനത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടപ്പ് കാലത്ത് കച്ചിയും മെഴുക്കും വാങ്ങിയ ശിവരാമൻ എങ്ങനെയാണ് 5 തലമുറകളിലെ നായകന്മാരുടെ നായികയായിട്ട് 2000 വരെ, ഏതാണ്ട് 2008 വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ദീർഘമായിട്ടുള്ള ചരിത്ര പഠനത്തിന്റെ കൂടി വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനു മുമ്പ് ഒരു ഉരലോ അല്ലെങ്കിൽ അത് മൂടിയിട്ടുള്ള ഒരു ചുവന്ന തുണിയോ ഒക്കെ ആയിരുന്ന ഒരു സ്ത്രീ വേഷത്തെ ചിട്ടയൊപ്പിച്ച് അഭ്യസിച്ചിട്ടുള്ള ആദ്യവസാന വേഷക്കാരന് തുല്യമായിട്ടുള്ള പ്രതിഫലം പറ്റുന്ന പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു യത്നം എന്നുള്ളത് കഥകളിയുടെ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചു പോയിട്ടുള്ള ശീലങ്ങളെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ മാറ്റാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മറ്റുള്ളവരെ മാറ്റുന്നതിനേക്കാൾ എത്രയോ വിഷമാണ് സ്വയം മാറി വരാൻ. അതില് കുഞ്ചുകുറുപ്പാശാന്റെ, കുഞ്ചുനായരുടെ, കൃഷ്ണനാരാശാന്റെ ഒക്കെ ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുടനീളം, അദ്ദേഹത്തിന്റെ ആത്മകഥയിലാവട്ടെ, അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിലാവട്ടെ, അതിലൊക്കെ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം തന്റെ കവി ഗുരുവായിട്ട് അംഗീകരിച്ചത് പി കുഞ്ഞിരാമൻ നായരെ ആയിരുന്നു. ഈ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു പ്രത്യേകതയായിട്ട് ഇദ്ദേഹം കാണുന്നത്, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആളുടെ കൈ സ്വന്തം ശിരസിൽ വെക്കും. അതിൽ നിന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയ ഒരു ജീവിത പാഠം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആ വരികളിലൂടെ വായിക്കാൻ പറ്റുന്നത്. അതായത് അഹംബോധം, ഞാൻ എന്നുള്ള ബോധം വളരെ അപകടകാരിയാണ് എന്നുള്ളതും അതിനെ ഇല്ലാതാക്കണം എന്നുള്ളതുമായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഞാൻ എന്നൊരിക്കലും പറയില്ല. രമണ മഹർഷിയൊക്കെ പറഞ്ഞതുപോലെ അത് എന്നും പറയില്ല. ശിവരാമൻ ശിവരാമൻ എന്നാണ് സ്വയം പറയുന്നത്. ശിവരാമൻ അങ്ങോട്ട് പോയി, ശിവരാമൻ അതായിരുന്നു പദ്യം. അങ്ങനെയാണ് ശിവരാമൻ എന്നാണ് അദ്ദേഹം. ശിവരാമൻ ഏതോ ഒരാളാണ്, അത് ഞാനല്ല. അങ്ങനെ അഹത്തെ എങ്ങനെയാണ് ഒരു കലാകാരൻ ഏറ്റവും കലയിലേക്ക് താൻ പരകായം പ്രവേശനം നടത്തുന്നു എന്ന് വരുമ്പോൾ അവിടെ ഒരു അഹം ഇല്ലാതാകേണ്ടതുണ്ട്. അത് കലയുടെ ഒരു തന്ത്രം എന്ന
എന്നുള്ളൊരു വാക്ക് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതങ്ങടെ ആവുക എന്നാണ് പറയുന്നത്. ഞാൻ അതങ്ങടെ ആവുക ചെയ്യുക. അപ്പൊ ഒരുപാട് തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഞാൻ ചോദിച്ചിട്ടില്ല. അനുഭവിച്ച ആൾക്കല്ലേ അറിയാം. നിങ്ങൾ കണ്ടു നിന്ന ആളല്ലേ. എങ്ങനെയാണ് ബ്രാഹ്മണ പത്നിയുടെ പ്രസവം നിങ്ങൾ അഭിനയിക്കുക? അത് നിങ്ങളുടെ അഭിനയം മാത്രമല്ലേ, നിങ്ങളുടെ കാഴ്ചയെ നിങ്ങൾ അനുകരിക്കുന്നതല്ലേ, മറിച്ച് അതിന്റെ അനുഭവം എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ തിരുത്തിക്കൊണ്ടിരുന്നു. അതാണ് കലയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. കലയിൽ അത് സാധ്യമാണ്. എനിക്ക് ഒരൊറ്റ പ്രസവമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് ഭവാനിയുടെ പ്രസവമാണ്. ബ്രാഹ്മണപത്നി എത്ര പ്രസവിച്ചാലും ആ പ്രസവമൊക്കെ ഭവാനിയുടെ പ്രസവമാണ്. അതാണ് ഞാൻ അഭിനയിച്ചത്. കാരണം ശിവരാമൻ അതേ കണ്ടിട്ടുള്ളൂ. ശിവരാമൻ തന്നെ സ്വയം പറയുന്നതാണ്. ശിവരാമൻ അതേ കണ്ടിട്ടുള്ളൂ. ഭവാനി അറിയാതെ ഭവാനിയെ നോക്കി പഠിച്ചു. ഭവാനി എങ്ങനെയാണ് ആൾക്കാരോട് യോഗ്യം പറയുന്നത്, ഭവാനി എങ്ങനെയാണ് പരിഭവിക്കുന്നത്, ഭവാനി എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, അങ്ങനെ ഭവാനി അറിയാതെ ഭവാനിയെ നോക്കി പഠിച്ച, ഭവാനി കാണുന്നുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അവരെ നോക്കി പഠിച്ചിട്ടുള്ള ഒരു 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 ശിവരാമൻ, ഒരു ആക്ടർ. അദ്ദേഹത്തെ ആക്ടർ എന്ന് പറയണോ ആക്ട്രസ് എന്ന് പറയണോ എന്നുള്ളത് എനിക്ക് സംശയമില്ല. അദ്ദേഹം ആക്ടറാണ്, ആക്ട്രസ് അല്ല. ആക്ട്രസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കലയെ അതിന്റെ മൂല്യത്തെ നമ്മൾ കുറച്ചു കാണുന്നുണ്ട്. ഒരു ആക്ടറായി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ അവസ്ഥകളെ അദ്ദേഹം ഉൾക്കൊണ്ടത് എന്നുള്ളത് തന്നെയാണ് അടുത്ത വിഷയം. ഒരുപാട് വിസംവാദങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇദ്ദേഹത്തിന്റെ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഗോപി ശിവരാമൻ ജോഡി തുടർച്ചയായിട്ട് നളൻ ദമയന്തി അങ്ങനെ തുടർച്ചയായിട്ട് വരികയാണ്. ഞാനൊക്കെ കഥകളി കാണുന്ന സമയത്ത്, ഞാൻ കാണാത്ത സമയമുണ്ട്, അതുകൊണ്ടാണ് കാണുന്ന സമയം എന്ന് പറഞ്ഞത്. ഞാൻ കഥകളിയെ കാണാത്ത സമയമുണ്ട്, ഇടയ്ക്ക് കഥകളി കാണുന്ന സമയമുണ്ട്, തീരെ കാണാത്ത സമയമുണ്ട്, ധാരാളം കാണുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം കാണുന്ന ഒരു സമയത്ത് ഗോപിയുടെ നളനും ശിവരാമന്റെ ദമയന്തി, ഗോപിയുടെ നളനും ശിവരാമന്റെ ദമയന്തി ഇങ്ങനെ തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അത് ഒരു കൂടലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരാൾ വിചാരിക്കുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ നേരത്തെ പറഞ്ഞുറപ്പിക്കാത്ത ആട്ടങ്ങൾ അരങ്ങിൽ ഞങ്ങൾക്ക് സാധ്യമാണ്. ഒരാൾ വിചാരിക്കുമ്പോൾ മറ്റാൾക്ക് അതിനെ പൂരിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ കീചകനും സൈരന്ധ്രിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. കാരണം കീചകൻ രാമൻകുട്ടി നായരുടെ കീചകനാവുമ്പോ ശിവരാമന്റെ സൈരന്ധ്രിക്ക് ഒരു ഇഷ്ടം തോന്നിയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ സ്ഥായിയിൽ എങ്ങനെയാണ് നിന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, കാണുന്ന ഒരാളിൽ ആ തോന്നലുണ്ടാക്കുന്നത് എന്താണ്? ആ തോന്നലുണ്ടാക്കുന്നത് ശിവരാമന്റെ സൈരന്ധ്രി എത്ര നയപരമായിട്ടാണ് തന്റെ യജമാനനായിരിക്കുന്ന കീചകനോട് പെരുമാറുകയും അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നുള്ളിടത്താണ്. അല്ലാതെ കീചകനോട് സൈരന്ധ്രിക്ക് ഇഷ്ടം തോന്നുന്നു, രാവണനോട് സീതയ്ക്ക് ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്യാചാരികളോട് മുഴുവൻ സ്ത്രീകൾക്ക് വലിയ ഭ്രമാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും. എന്ത് വ്യത്യാസം? തന്നോട് അത്യാചാരം ചെയ്ത രാമനും തന്നെ ബലാൽ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള രാവണനും തമ്മിൽ അനുഭവത്തിൽ സീതയ്ക്ക് എന്ത് വ്യത്യാസം? തന്നെ കരുതലില്ലാതെ തന്നെ അനാഥയാക്കി കളഞ്ഞിട്ടുള്ള 5 ഭർത്താക്കന്മാരും തന്നോട് ബലാൽ തന്റെ യജമാന പദവി ഉപയോഗിച്ചിട്ട് തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്ന കീചകനും തമ്മിൽ സൈരന്ധ്രിക്ക് എന്ത് വ്യത്യാസം? ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്നുള്ളതല്ലല്ലോ. ഈതറോർ ഇല്ല, അതിന് രണ്ടും വേണ്ട എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വേണ്ട എന്ന് വെച്ചിട്ടില്ല സൈരന്ധ്രി. ഇനിയിപ്പോ ഇവിടുത്തെ സദസ്സ് അത് കേട്ടിട്ട് പ്രകോപിതരാവണ്ട. സൈരന്ധ്രി ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല.
സീത രാമനെയും വേണ്ടാന്ന് വെച്ചിട്ടില്ല. അവരൊക്കെ പതിവ്രതമാരായിരുന്നു. തീർച്ചയായിട്ടും ഭരതമുനിയും മനുസ്മൃതിയും അർത്ഥശാസ്ത്രത്തിൽ ചാണക്യനും ഒക്കെ പറയുന്ന രീതിയിൽ തന്നെ പാതിവൃത്യ ശുദ്ധിയോടുകൂടി ജീവിച്ചവരായിരുന്നു. അതിന്റെ റോൾ മോഡൽസും അതിന്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളും തന്നെയായിരുന്നു അവരെ. അതിനെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ഒരുപാട് സാധ്യതകൾ മാത്രമാണിത്. അപ്പോൾ അങ്ങനെ ഏറ്റവും പുതിയ കാലത്തിലേക്ക് ഉചിതമായ രീതിയിൽ തോന്നിക്കാവുന്ന തരത്തിൽ നയതന്ത്ര പരതയോട് കൂടിയിട്ട്, അതായത് 2024 ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതിക്ക് വേണമെങ്കിൽ അങ്ങനെ തോന്നാം എന്നുള്ള തരത്തിൽ പോലും ശിവരാമൻ തന്റെ സൈരന്ധ്രിയെ വഴക്കിയെടുത്തു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിന്റെ വൈഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ. ഗോപിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗോപിയുടെ ഒരു പിറന്നാൾ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം ഷെയർ ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഗോപിക്ക് ഇത്രമാത്രം കണ്ണുകൊണ്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചപ്പോൾ ഒരു വലിയ കേമനായിട്ടുള്ള പണ്ഡിതൻ സ്റ്റേജിൽ കയറി പറഞ്ഞു അദ്ദേഹം അതിന് മാണി മാധവച്ചാക്കിയാരെ കണ്ണു സാധനം പഠിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ ഇദ്ദേഹം ഗോപിയുടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഗോപിയോട് ചോദിച്ചപ്പോൾ ഗോപി പറഞ്ഞു അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കേമായിട്ടൊന്ന് കഥകളിയിൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ അത് കഥകളിയുടെ ആശാന്മാരിൽ നിന്നല്ല, മറിച്ച് അതിനേക്കാൾ ഹയർ ലെവൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന, കാരണം കഥകളി അമ്പലത്തിന്റെ പുറത്തേക്ക് വന്നിട്ടുള്ള കലയാണ്. അമ്പലത്തിന്റെ അകത്ത് തന്നെ നിന്നിട്ടില്ല, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിന്നിട്ടില്ല, വരേണ്യമായിരിക്കുന്ന കുറെ കൂടി ഈ നാടകപ്രധാനമായിട്ടുള്ള ഒരു കലയിൽ നിന്നാണ് കണ്ണുസാധകം അഭ്യസിച്ചത്. ഇത് കുറെ കൂടി കായികമാണ്, കുറച്ചുകൂടി കായികമാണ്, കുറെ കൂടി പാട്ടിന്റെ സാധ്യതകളുണ്ട്. ഇത് കുറെ കൂടി ഫോക്ക് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നാണ് കഥകളി എന്നാണ് എന്റെ ഒരു അപാണ്ഡിത്യമുള്ള തോന്നൽ. മറിച്ച് കുറെ കൂടി ക്ലാസിക് കല എന്നുള്ള രീതിയിൽ അതിന്റെ ചിട്ടകളും അതിന്റെ എല്ലാ തരത്തിലുള്ള നാട്യധർമ്മി രീതികളും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കലാപദ്ധതിയാണ് കൂടിയാട്ടത്തിൻ്റെത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് കണ്ണുകൊണ്ട് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കഥകളിക്കാരൻ പഠിപ്പിച്ചതല്ല എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് കഥകളിയെയും കൂടിയാട്ടത്തെയും തമ്മിലുള്ള വിലമതിക്കലിന്റെ ഒരു വലിയ ഒരു അന്തരം അവിടെ എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ആ സദസ്സ് അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സ്റ്റേജിൽ കയറി പറയുന്നുണ്ട്, ഞാനിപ്പോ കോവിഡ് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് വേഷം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തെ മാണിമാധവ ചേട്ടേര് പഠിപ്പിച്ചിട്ടുണ്ടോന്ന്. പക്ഷെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് സ്റ്റേജിൽ കയറി വളരെ നേരെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോ കൊടകൽ ശിവരാമൻ. അതിനർത്ഥം കഥകളി താൻ ഒരു കലാകാരനാണ് എന്നുള്ളതിൽ മാത്രമല്ല, കഥകളി കലാകാരനാണ് എന്നുള്ളതിൽ തന്നെ അഭിമാനം കൊള്ളുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അതിനർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു ഡയലോഗല്ല, ആ ഡയലോഗിന്റെ പിന്നിൽ അദ്ദേഹത്തെ ആ ഡയലോഗിലേക്ക്, ആ ഒരു ഇടപെടലിലേക്ക് എന്താണ് കൊടകൽ ശിവരാമനെ നയിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ കലാകാരൻ എന്നുള്ളതിലുപരി കഥകളി കലാകാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ആ റൗണ്ട് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. 49 എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ശേഷമുള്ള കാലമാണ്. ആ കാലഘട്ടത്തിൽ അതിനെ തുടർന്നുണ്ടാവുന്ന സാഹിത്യങ്ങളുമായിട്ട് ഇദ്ദേഹത്തിനുള്ള പരിചയം, പുരാണം, അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞുട്ടൻ നമ്പുരാന്റെ മഹാഭാരതം മുഴുവൻ താൻ വായിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഖസാക്കിന്റെ ഇതിഹാസത്തിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയുന്നത്, ഖസാക്കിന്റെ ഇതിഹാസം വളരെ ഗംഭീരമാണ്, പക്ഷെ പിന്നീട് ഒരു വിജയൻ എഴുതിയിട്ടുള്ളതിനൊന്നും ആ ശില്പഭദ്രത ഇല്ലേ എന്നെനിക്കൊരു സംശയം തോന്നി എന്ന് അദ്ദേഹത്തിനോട് എന്നൊക്കെയുള്ള തരത്തിൽ അഭിപ്രായം പറയുന്ന തരത്തിൽ സാഹിത്യ അഭിരുചിയുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. അതെടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുതയാണ്. ആനമയിലൊട്ടകത്തിന് അപ്പുറത്തേക്ക് മലയാള ഭാഷയെ, മലയാള സാഹിത്യത്തെ, മലയാള കവിതയെ, പ്രത്യേകിച്ച് കക്കാടിന്റെ പോയട്രിയെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്ന ഒരു ഘട്ടമുണ്ട്. കക്കാടിന്റെ ഉള്ളിലുള്ള നർമ്മം എങ്ങനെയാണ് വന്നത്, ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ആരോപണമായിട്ട് അന്നൊക്കെ ഞാൻ കേട്ടിരുന്നത് ഇദ്ദേഹം മുദ്ര പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ താളങ്ങൾ, അദ്ദേഹം സ്വയം പറയുന്നുണ്ട് എനിക്ക് താളമേ ഇല്ല, താളം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എനിക്ക് പറ്റില്ല, എനിക്ക് താളത്തിൻ്റെ ഉള്ളിൽ പറ്റില്ല, എനിക്ക് താളം എപ്പോഴും പിഴയ്ക്കും. ഈ ഒരു ഉത്കണ്ഠയും ഈ ഒരു ആത്മവിശ്വാസക്കുറവും ഉണ്ടായിരുന്ന ഒരാളാണ് ശിവരാമൻ. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് മുദ്ര മുറിഞ്ഞു പോകുന്നത്, എങ്ങനെയാണ് ആധുനികതയുടെ ഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ ശ്ലഥബിംബങ്ങൾ ഉണ്ടായിത്തീർന്നത്, ഈ ശ്ലഥബിംബങ്ങൾ എങ്ങനെയാണ് വലിയ ധ്വനിയിലേക്ക്, മഹാ അർത്ഥങ്ങളിലേക്ക് മനുഷ്യരെ നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് മനുഷ്യരെ നയിച്ചത് എന്നുള്ളതാണ്.
അപ്പൊ അതിന്റെ ആ കാലഘട്ടത്തെ, ആ സ്വാതന്ത്ര്യാനന്തര ആധുനികതയുടെ കുറെ ഘട്ടങ്ങളെ എങ്ങനെയാണ് സാഹിത്യത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനപരമായിട്ട് അങ്ങനെ തന്നെ നമ്മൾ അതിനെ ഇങ്ങോട്ട് സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിന്റെ പ്രവണതകളെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മുദ്രകളും ചുവടുകളും ഇദ്ദേഹത്തിന്റെ ഭാവാഭിനയവും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ മുദ്ര മുറിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇപ്പൊ അവിടെ പിന്നെ നാഥ എന്ന് ഉണ്ണിഷക്കുറിപ്പ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നാഥ എന്നുള്ള മുദ്ര എനിക്ക് കാണിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. കാരണം ആ പിന്നിൽ നിന്ന് വരുന്ന ഒരു ഭാവം, പിന്നിൽ നിന്ന് വരുന്ന ഒഴുക്ക് പോലെ എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അതാണ് പിൻപാട്ടുകാരൻ കൃത്യമായി അറിഞ്ഞു പാടിയാലുള്ള ഒരു മെച്ചം. പിന്നിൽ നിന്നാണ് ഞാൻ ഈ പാട്ട്, കഥകളിക്കാർ പാട്ട് കേൾക്കുന്നത്. ആ പാട്ട് ഈ വെള്ളത്തിലെ ഒഴുക്ക് പോലെ മുന്നോട്ട് നയിക്കുന്നു. അപ്പൊ അത്രയും അഭിനയ ശേഷിയിലേക്ക്, താൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാ സംഗതികളെയും പുറത്തെടുക്കാനുള്ള ശേഷി നൽകുന്ന തരത്തിലുള്ള ഒരു വിളിയാണ് 4-ാം ദിവസത്തെ നാഥ എന്നുള്ള ആ വിളി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക്, എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു കൃഷിക്കാരനാണ്. അപ്പൊ നേരത്തെ രാജാനന്ദൻ പറഞ്ഞല്ലോ, മണ്ണ് തൊട്ടാൽ പിന്നെ എല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷിയാണ്. കഥകളി നിർത്തിയിട്ട് പോത്തുകൂട്ട് മത്സരത്തിൽ പങ്കെടുത്താലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഇടപെട്ടിട്ടാണ് ഇതല്ല വഴി ഈ തിരിച്ച് കഥകളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. കന്നുകുട്ടികളെ മേയിച്ചിട്ട് ഇങ്ങനെ മത്സരത്തിന്, കാളകൂട്ട് മത്സരം കണ്ടാൽ അവിടെ പോയി ചാടി, പിന്നെ തന്റെ കണ്ണിനെ കാളകൂട്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഈ മണ്ണുമായിട്ട്, ചെളിയുമായിട്ട് എന്നു പറയണം, അങ്ങനെ കൂടി കുഴഞ്ഞ ഫെർട്ടൈൽ ആയിട്ടുള്ള ഭൂമിയുമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം. അതായത് മണ്ണ് എന്ന് പറയുമ്പോൾ തരിശു മണ്ണല്ല, അത് ഫെർട്ടൈൽ ആയിട്ടുള്ള പള്ളിയാനിലെ ഭൂമി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മണ്ണാണ്. ആ ഫ്ലെക്സിബിൾ, അതിന് എന്ത് രൂപത്തിലേക്ക് വേണമെങ്കിൽ, ഏത് വിളവിലേക്ക് വേണമെങ്കിലും അതിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ ശിവരാമൻ തന്റെ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് ഭവാനി തന്റെ പാഠപുസ്തകമാണ് എന്നും കുടുംബം തന്റെ പാഠശാലയാണ് എന്നും അദ്ദേഹത്തിന് പറയാൻ സാധ്യമായത്. അന്ന് വലിയ ഘടാഘടിയന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളോ എഴുത്തുകാരോ ഒന്നും തന്നെ പറയാതിരുന്ന അപൂർവമായിട്ടുള്ള, അപ്പൊ കാപ്പയെ കുറിച്ച് തകഴി പറയുന്നുണ്ട്. മറ്റേത് എഴുത്തുകാരനാണ് പറഞ്ഞിട്ടുള്ളത് തന്റെ കൂടെ നിന്നിട്ട് അത്രയും കാലം സേവിച്ചിട്ടുള്ള ഭാര്യയെ കുറിച്ച്? ഏത് ആർട്ടിസ്റ്റാണ് തന്റെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ള, തന്റെ രാത്രികളെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഭാര്യയെ കുറിച്ച് ഏത് കഥകളി നടനാണ്, മറ്റേത് കഥകളി നടനാണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ രസകരമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കാരണം ഭവാനിക്ക് അവളുടെ രാത്രികളെ കവർന്നെടുത്തത് സ്ത്രീകളായിരുന്നു എന്ന് പറയുന്ന ഒരു തമാശയുണ്ട്. ഭവാനിയുടെ രാത്രികളെ മുഴുവൻ സ്ത്രീകൾ തന്നെയാണ് കവർന്നെടുത്തത്. കാരണം ഈ സ്ത്രീവേഷത്തിലേക്ക് ദമയന്തിയായിട്ടും സൈരന്ധ്രിയായിട്ടും കുന്തിയായിട്ടും എങ്ങനെയാണ് ആഹാര്യ പരിഷ്കരണത്തിലേക്ക് എത്തിപ്പെട്ടത്? കൊണ്ടയും കാതിലെയും കുറുനിരയും അതുപോലെ കുന്തിയുടെ വെള്ള വസ്ത്രവും അതുപോലെ ഉടുത്തുകെട്ടുകളും ഒക്കെ എങ്ങനെയാണ് ശിവരാമൻ മാറ്റി മറിച്ചത്? ഒരു വലിയ ഒരു സ്ത്രീവേഷത്തിന്റെ ഒരു വിലാസം, മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, സ്ത്രീവേഷത്തിന്റെ ഒരു ആദ്യവസാന നിൽപ്പുണ്ടാക്കി കൊടുക്കുന്നതിൽ ചിട്ട തെറ്റിച്ചുകൊണ്ട്, അതായത് അദ്ദേഹം തെറ്റിച്ചിട്ടുള്ള ചിട്ടകളൊക്കെ തന്നെ പുരുഷവേഷത്തിന്റെ ചിട്ടകളായിരുന്നു. ആ ചിട്ടകളെ തെറ്റിച്ചുകൊണ്ട് സ്ത്രീവേഷത്തിന്റെ ചിട്ടകളിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം നടന്നെടുക്കാൻ ഒരു തലമുറയ്ക്ക് സന്ദേശം നൽകിയത്? തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല തന്നെ ആരും അനുകരിക്കണമെന്ന്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഒരു മാതൃകയും ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ തോന്നി വരണം, എൻ്റെ ഉള്ളിൽ നിന്ന് വരണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുൻമാതൃകകളില്ല. അതുപോലെ തന്നെ മുൻമാതൃകയാവാനും താല്പര്യപ്പെടാത്ത ആളാണ് അദ്ദേഹം. അവര് കളിക്കട്ടെ, പുതിയ വേഷങ്ങളിലേക്ക് പോട്ടെ. ഈ 2008 തന്റെ കോപ്പ് ഞാൻ ഇനി വേഷം കെട്ടില്ല, വിശ്വംഭര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് തുടക്കം. എല്ലാവർക്കും അറിയാം, കാലവണ്ണക്കാർക്ക് അറിയാം. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം തന്റെ അവസാന വേഷം കെട്ടുന്നത്. ലവകുശന്മാരിൽ നിന്ന് സീതയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീതയ്ക്ക് വിലാസം ഉണ്ടാക്കി കൊടുക്കുന്നു, ലവണാസുര വധത്തിലെ സീതയ്ക്ക് വിലാസം ഉണ്ടാക്കി കൊടുക്കുന്നു. സുഖമോ ദേവി പോലെയുള്ള പദം വസ്ത്രത്തിൽ എനിക്ക് തോന്നുന്നു പിന്നീട് ഉഷാ നങ്ങ്യാർക്ക് പോലും ആ സീതയോളം ഉയരാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സീത നങ്ങ്യാർകൂത്ത് കാണുമ്പോൾ ശിവരാമൻ കൊണ്ടുപോയ വെച്ച സീതയോളം, ലവണാസുരത്തിലെ സീതയോളം എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം അത് അവരുടെ
കുഴപ്പം കൊണ്ടല്ല, ആർട്ട് ഫോമിന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് വേറെ ചില സാധ്യതകളുണ്ട് കഥകളിയിൽ. ഒന്നിനെ കെട്ടിയിട്ട് പറയുന്നതല്ല, അത് തെറ്റിദ്ധരിക്കരുത്. കാരണം അത് പറയുമ്പോഴൊക്കെ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞു വന്ന് കുത്താൻ സാധ്യതയുള്ളതായതുകൊണ്ട് അങ്ങനെ ചില അപകടങ്ങൾ ഇതിൽ പതിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായും അദ്ദേഹം അതിനെ വലിയ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി, സീതയെ വലിയൊരു ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ചിന്താവിഷ്ടയായ സീതയെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് ഹനുമാനെ എന്നുള്ള സുധമോ ദേവി കേട്ടുകൊണ്ടുള്ള ആ ഇരിപ്പ്. കാരണം അതിൽ പിന്നെ ഒരു വാക്കും ഉച്ചരിക്കേണ്ടതില്ല. ആശ്രമത്തിൽ ഇരിക്കുന്ന, ഉടകാന്തവാടിയിൽ ഇരിക്കുന്ന, ഉടൻ കൂടിയിരിക്കുന്ന അവളുടെ ഒന്ന് ശിവരാമൻ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കും ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട്. അപ്പൊ ചിന്താവിഷ്ടയായ സീതയാണ് സീതയുടെ അസ്വസ്ഥത മുഴുവൻ എന്ന് ശിവരാമൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്റെ കാലത്ത് തനിക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ സമകാലികതകളെയും, എല്ലാ യാഥാർത്ഥ്യങ്ങളെയും, എല്ലാ കാൽപ്പനികതകളെയും ഉൾക്കൊള്ളാൻ ശേഷി ഉണ്ടാവുക എന്നുള്ളത് അപൂർവരായിട്ടുള്ള വ്യക്തികളിൽ മാത്രം എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും കാർലമണ്ണയ്ക്ക് അതിന്റെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർലമണ്ണക്കാരോട് എനിക്ക് വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയുണ്ട്. കോട്ടക്കൽ ശിവരാമൻ എന്ന സ്ത്രീവേഷക്കാരന്റെ പേരിൽ ഇവിടെ ഒരു സ്മാരകം വരണം. അവിടെ സ്ത്രീവേഷക്കാർക്ക് സവിശേഷമായിട്ടുള്ള ചിട്ടകളും മറ്റു കാര്യങ്ങളും സ്ത്രീകൾക്കല്ല. തെറ്റിദ്ധരിക്കുകയേ വേണ്ട, സ്ത്രീകളെ കടത്തുകയേ വേണ്ട. ഞാൻ പറയുമ്പോൾ അതാണല്ലോ പ്രശ്നം. സ്ത്രീകളെ നിങ്ങൾ കടത്തുകയേ വേണ്ട. സ്ത്രീവേഷക്കാർക്ക്, പുരുഷന്മാർ കെട്ടുന്ന സ്ത്രീവേഷക്കാർക്ക് അവർക്ക് സവിശേഷമായിട്ടുള്ള എന്തെങ്കിലും ചില ശില്പശാലകളോ പാഠങ്ങളോ നൽകുന്ന തരത്തിൽ ഇവിടെ കാറൽമണ്ണ തീർച്ചയായിട്ടും ശിവരാമന് അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം കാറൽമണ്ണയുടെ വാഴകടയുടെ വിലാസമാണ് കുഞ്ചു നായരെങ്കിൽ കാറൽമണ്ണയുടെ വിലാസം കോട്ടക്കൽ ശിവരാമനാണ്. വെള്ളിനേഴി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോവാണ്. വെള്ളിനേഴി തന്നെ വള്ളുവനാടെന്ന് രണ്ട് തരത്തിലാണ് വെള്ളിനേഴിയും കാറൽമണ്ണയും വാഴകടയും. കാറൽമണ്ണയും വാഴകടയൊക്കെ ഈ ഭാഗത്തേക്കും മലപ്പുറം ഭാഗത്തേക്കും, വെള്ളിനേഴി അങ്ങോട്ട് പാലക്കാട് ഭാഗത്തേക്കും പോണതാണ്. അത്യാപത്തൊരു വെള്ളിനേഴി കല്ലുവഴിച്ചിട്ട്, അങ്ങനെ കല്ലുവഴിച്ചിട്ട് രണ്ടായി തിരിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ കാണുന്നു കേട്ടോ, എന്റെ അബദ്ധം എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഒരു ധാരണയിൽ അതിയായ മോഹത്താൽ അത് എൻ്റെ സുഹൃത്തായിട്ടുള്ള സഹപാഠിയായിട്ടുള്ള രാജാനന്ദൻ അതിന്റെ എല്ലാ തരത്തിലുള്ള ഉത്സാഹവും നടത്തും. കാരണം ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ നാട്ടുകാരുണ്ട്, വായനശാലക്കാരുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടുകാരുണ്ട്. ഇത് ഇദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള ഒരു സ്മാരകം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. തുടർന്ന് ഈ വേദിയിൽ